പീപ്പിൾ പ്ലസ് ടിവിയുടെ പുത്തൻ താരോദയങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുന്നിൽ പുത്തൻ താരമായി വന്ന് മിന്നി നിൽക്കുന്നത് കർണിക എന്ന മലയാളം സിനിമയിലെ അഭിനയത്തിലൂടെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്റെ ആദ്യ കാൽച്ചുവടുകൾ വെച്ചുറപ്പിച്ച നമ്മുടെ സ്വന്തം കൊടകര സ്വദേശി മിസ്റ്റർ ഗോകുൽ രാമചന്ദ്രനാണ്. ഇപ്പൊ ഗോകുല് ഒട്ടനവധി ഷോർട്ട് ഫിലിമിലും മ്യൂസിക്കൽ ആൽബത്തിലൊക്കെ അഭിനയിച്ച് മലയാള വെള്ളിത്തിരയിൽ വന്ന് എത്തി നിൽക്കാണല്ലോ. പുതിയ സിനിമയിലെ വിശേഷങ്ങളും അനുഭവങ്ങളും നമ്മുടെ പ്രേക്ഷകരായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്കറിയാവുന്നതൊക്കെ പറയാം. കർണിക എന്ന സസ്പെൻസ് ത്രില്ലർ ഹൊറർ മൂവിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അത് ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. തുടക്കം ഞാൻ റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു എൻക്വയറി വന്നു, ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആപ്റ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഷോർട്ട് ഫിലിമിൽ കാസ്റ്റായി. പിന്നീട് ആ ഷോർട്ട് ഫിലിം ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രൊഡ്യൂസർ സോഹൻ റോയ് സാറ് അത് ഏറ്റെടുക്കായിരുന്നു, ഫിലിമായിട്ട് മാറ്റാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫിലിമിലേക്ക്. എൻ്റെ ആദ്യ സിനിമയാണ് കർണിക. കർണിക അരുൺ മൺപാല എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഡയറക്ടറാണത് ചെയ്തത്. അപ്പോൾ ആ ഡയറക്ടറിൻ്റെ ഷോർട്ട് ഫിലിം ആയിരുന്നു അത് ഫിലിമായിട്ട് മാറിയത്. അപ്പോൾ ഇതിൽ അഭിനയിച്ച മെയിൻ ആർട്ടിസ്റ്റ് അനീഷ്, പുള്ളിയുടെ സുഹൃത്താണ് സോഹൻ റോയ് സാർ. പ്രിയങ്ക നായരുണ്ട്, TG രവി സാറുണ്ട്. അങ്ങനെ പുതുമുഖങ്ങളായിട്ട് നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. 90% പുതുമുഖങ്ങളും പിന്നെ ഈ 2 മെയിൻ ആർട്ടിസ്റ്റുകളുമാണ് അതിൽ ഉള്ളത്. അപ്പം അങ്ങനെ സിനിമ ഇറങ്ങി അതിൻ്റെ സന്തോഷത്തിലിരിക്കുന്നു. ഇതൊരു ഹൊറർ ടൈപ്പ് മൂവി അല്ലായിരുന്നു? അതെ. അപ്പോൾ ഇതിൽ അഭിനയിച്ചപ്പോൾ അങ്ങനെ പേടിപ്പെടുത്തുന്നതായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പേടിപ്പിക്കുന്ന അനുഭവങ്ങളല്ല, പക്ഷെ ആ ഹൊറർ ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്തു. കാരണം മന, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പഴയ സിനിമ ഉണ്ടല്ലോ മണിച്ചിത്രത്താഴ്, ആ ഒരു മൂഡാണ് സിനിമ മൊത്തം. അപ്പോൾ ആ മനയിലുള്ള സിറ്റുവേഷൻസും മറ്റെല്ലാം നമുക്ക് ആ ഒരു ഫീൽ വരും. അപ്പൊ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഇത് ഷോർട്ട് ഫിലിം സിനിമയാക്കിയതല്ലേ? അപ്പോ അതും ഈ ഫിലിമും ആയിട്ട് അങ്ങനെ വല്ല വ്യത്യാസം തോന്നിയായിരുന്നോ? ഷോർട്ട് ഫിലിമില് അഭിനയിക്കുമ്പോൾ ഞാൻ ഒരുപാട് വർക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വളരെ ചുരുക്കം വർക്കുകളിൽ ഏറ്റവും ലാസ്റ്റ് കിട്ടിയ വർക്കാണ് കർണിക. കർണിക ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു ടെൻഷനും, ആദ്യമായിട്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യണതിൻ്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും എൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി. പിന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ എന്നുള്ള രീതിയിലായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എഡിറ്റിങ് കഴിഞ്ഞു ഇറങ്ങണ സമയമായപ്പോൾ അഭിപ്രായങ്ങളായി, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് ഈ നമ്മുടെ സോഹൻ റോയ് സാറിൻ്റെ അടുത്തേക്ക് ഈ ഔട്ട് കാണിക്കണതും പിന്നെ അത് ഫിലിം ആവണം. ഭാഗ്യം കൊണ്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ തന്നെ സിനിമയിലും അഭിനയിക്കാൻ പറ്റി, ഫ്ലെക്സിബിൾ ആയ കുറച്ച്. ഗോകുലിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. വൈഫിൻ്റെ പേര് ശ്രുതി, അളിയൻ്റെ പേര് നന്ദകുമാർ, പിന്നെ 2 കുട്ടികളുണ്ട്, ലച്ചു, ചേട്ടൻ്റെ കൊച്ചും. ഈ സിനിമയിൽ എത്തുന്നതിന് മുന്നേ ഗോകുലിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു? കാസിയോ കാൽക്കുലേറ്ററിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഷോർട്ട് ഫിലിമിലേക്ക് മാറായിരുന്നു. റിസൈൻ ചെയ്തു. ഇനി പുതിയ വർക്ക് സൈഡായി ഇപ്പം അച്ഛൻ്റെ ഒപ്പമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ കടയിൽ വർക്ക് ചെയ്യുന്നു, സൈഡായിട്ട് ഷൂട്ടുകൾക്ക് പോകുന്നു. അച്ഛൻ എന്താണ് വർക്ക്? അച്ഛന് വാച്ചുകടയാണ്. കൊടകര തന്നെ സെൻട്രൽ വിസ്മയ ടൈംസ് വാച്ചുകടയുണ്ട്. പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? പുതിയ പ്രൊജക്റ്റ് സിനിമകൾ വന്ന് മുട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ഒന്നും ഫിക്സ് ആയിട്ടില്ല. സിനിമകൾ ചെറിയ സിനിമകളുടെ കാര്യങ്ങളൊക്കെ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പുതിയ ആൾക്കാരുടെ സിനിമയാണ്. നമുക്ക് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പോപ്പുലറായിട്ട് വരുന്ന ഡയറക്ടേഴ്സിനൊക്കെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ പുതുമുഖമായിട്ടുള്ള ഡയറക്ടേഴ്സിനും നമ്മളെ വെച്ച് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് പോകും. അപ്പോൾ ഷോർട്ട് ഫിലിംസും വെബ് സീരീസും അല്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം വരാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ. അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് ഉള്ളൂ, പക്ഷെ ആ ഒരു സിനിമാറ്റിക് മോഡിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അടുത്ത മാസം ഒക്കെ ആകുമ്പോഴേക്കും റിലീസ് ആവും. സിനിമ ഒരു സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റിലും. അവരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോടായിട്ട് പറയാനുള്ളത്
നമുക്ക് ഒന്നും ഇങ്ങോട്ട് കൊണ്ട് തരില്ല. നമ്മൾ അങ്ങോട്ട് തന്നെ പോകണം. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റിലും ഇപ്പോൾ ഒരു 100 പേരുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു 10 പേരായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരുടെ വാക്കുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിലെ എക്സാമ്പിളാണ് ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ പുറമേ നിന്നുള്ള ഒരു കമൻസുകൾ വന്നിട്ടുണ്ട്. സിനിമയിലേക്ക് ട്രൈ ചെയ്യുന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് പിന്നീട് ഈ സിനിമ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കത് വിശ്വാസമായത്. പിന്നെ അതിലേക്ക് കൂടുതൽ പോവാം നമുക്ക് പറ്റും എന്നുള്ള വിശ്വാസം കൂടി അങ്ങനെ അങ്ങനെ ആണ് ഇപ്പൊ സിനിമയോടുള്ള ഒരു ആഗ്രഹം. ചെറുപ്പം മുതലുള്ള ആഗ്രഹമൊന്നും അല്ലായിരുന്നത്. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടോ? വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. അച്ഛന് ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ആക്ടിങ്. അച്ഛന് നന്നായിട്ട് അഭിനയിക്കും, നാടകം ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അമ്മയായാലും ഡാൻസ്, പിന്നെ കലാകുടുംബമാണ് മൊത്തത്തിൽ. ചേട്ടൻ മാത്രമാണ് പഠിപ്പ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ജോബൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിട്ടുള്ളത്. ഞാൻ പഠിപ്പിലൊക്കെ കുറച്ച് ബാക്കോട്ടായിരുന്നു. കലാപരമായിട്ട് പിന്നെ ചെറിയ മാജിക്കിന്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റേജിലൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം മാജിക് ചെയ്യുമ്പോഴും നമുക്ക് കുറെ ഫേസും കാര്യങ്ങളൊക്കെ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ ആക്ട് ചെയ്യണം അവിടെ. അതുകൊണ്ടായിരിക്കും തോന്നുന്നു പല കാര്യങ്ങളും എനിക്ക് കൺവേ ആക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ സംഭവമായിട്ട് അഭിനയിച്ചിട്ടൊന്നുമല്ല, നന്നായിട്ട് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് പോയി. ടിക്ടോക്ക് മുഖാന്തരം പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റ, അങ്ങനെ പല മീഡിയാസ് ഉള്ള ആൾക്കാർ അല്ലാതെ നമുക്ക് ഫ്രണ്ടായിട്ട് പുറമേ നിന്ന് നമുക്ക് നേരിട്ട് പരിചയമുണ്ടാവില്ല. പുറമേ നിന്ന് നേരിട്ട് പരിചയപ്പെടാത്ത പല ആൾക്കാരും കമന്റുകളൊക്കെ പറയും, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആ ഒരു കമന്റിനെ ആണ് നമുക്ക് പോസിറ്റീവായിട്ട് വളർത്തിക്കൊണ്ടിരുന്നത്. നമ്മളെ തളർത്തുന്ന എന്തെങ്കിലും അനുഭവം ആരുടെങ്കിലും ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 100 പേരില് 10 പേരിന്റെ കാര്യം പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ആൾക്കാര് സത്യം പറഞ്ഞ ഉള്ളില് ചിലപ്പോ ഒരു അസൂയ, കുശുമ്പ്, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒരാൾ വളർന്നു വരാൻ വേണ്ടി ആരും ഒന്നും കൊണ്ടുതരില്ലല്ലോ. അവര് ചിലപ്പോൾ സൈഡിൽ നിന്നിട്ട് നമ്മൾ മാറി നിന്ന് നമ്മുടെ ഫ്രണ്ട്സിനോട് പോയിട്ട് നമ്മളെ കുറ്റം പറയുന്നവരുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് അവർക്കും ഒരു പുഞ്ചിരി കൊടുക്കുക, പോവുക. അങ്ങനെയായിരുന്നു ഞാൻ. പിന്നെ അതുപോലെ തന്നെ സിനിമാ മേഖലയിലായാലും ഒരു ആർട്ടിസ്റ്റിനെ ചവിട്ടി താത്തി മാറ്റി നിർത്തിയിട്ട് സ്വന്തം കാര്യം മാത്രമായിട്ട് നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാം. പിന്നെ ഇതുപോലെയുള്ള നല്ല ക്യാരക്ടർ വരുന്ന ഡയറക്ടേഴ്സിനും ഫ്രണ്ട്സിനെയും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം. അവരായിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാക്കാം. ഫുൾ ബിസി ആവാതെ അവർക്കൊക്കെ ഒരു സ്പേസ് കൊടുക്കുക. അങ്ങനെ ഇനി പ്രേക്ഷകരോടായിട്ട് 2 വാക്ക്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സിനിമ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കലാപരമായിട്ട് ആഗ്രഹിക്കുന്ന മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അവർക്കുള്ള ഒരു എത്തുന്നവരെ മറ്റുള്ള നെഗറ്റീവ് കമൻസിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എങ്ങനെ പോയി കഴിഞ്ഞാലും എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തും. അപ്പൊ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്തോ? ഫാമിലി, അച്ഛൻ്റെ പേര് രാമചന്ദ്രൻ. അച്ഛൻ ബിസിനസ്മാനാണ്. ഒരു 30-40 വർഷത്തെ പാരമ്പര്യമുണ്ട് നമുക്ക് വാച്ചുകട. ഒപ്പം അമ്മ രമാദേവി, അമ്മ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വീട്ടിലും ആയിട്ട് പിന്നെ ചേച്ചി. ചേട്ടൻ ഇപ്പോൾ പുറത്തുപോയി. ചേച്ചിയുടെ പേര് രാഹുല്. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ പേര് രാഖി. നമുക്ക് എന്നാ അവരൊന്ന് പരിചയപ്പെട്ടാലോ? വിളിക്കാലോ? അച്ഛാ. അച്ഛൻ പണ്ട് സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ 2000 ശ്രീനാഥ്, സാദിഖ്, യവനിക ഗോപാലകൃഷ്ണൻ, അങ്ങനെ കലാഭവൻ നാരായണൻകുട്ടി, കലാഭവൻ റഹ്മാൻ, അങ്ങനെ സിനിമയിലെ വലിയ അന്നത്തെ നല്ല നല്ല സ്റ്റാറുകളുടെ ഇടപക്ഷത്ത് ഒരു മോചനം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ എടുക്കുന്നുണ്ടായി 2000. അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. പ്രത്യേക സാഹചര്യത്തിൽ അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ നാടകം എഴുതിയിട്ടുണ്ട്, നാടക നടനായിരുന്നു. ഞങ്ങളുടെ കുടുംബപരമായിട്ടൊരു ഫാമിലി മൊത്തത്തിൽ ഒരു കലാകാരന്മാരുടെ കുടുംബമാണ്.
അതുകൊണ്ടായിരിക്കാം എൻ്റെ മകനും ആ ഫീൽഡിൽ വന്നത്. അവൻ ഈ ഫീൽഡായിട്ട് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നല്ല ഒരു പൊസിഷനിൽ എത്തുന്നതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നതും. അങ്ങനെ അവൻ്റെ ആഗ്രഹം നിറവേറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും കഠിനമായ പ്രയത്നത്തിലൂടെയും നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ സ്വന്തമാക്കാമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഗോകുൽ. തന്റെ അനുഭവങ്ങളും വിശേഷങ്ങളും നമ്മോടൊപ്പം പങ്കുവച്ച നമ്മുടെ സ്വന്തം ഗോകുലിന് ഇനിയുള്ള അദ്ദേഹത്തിന്റെ കരിയർ വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ശ്രുതി. ബൈ.